പുറത്ത് നല്ല മഴ തകൃതിയായിട്ട് പെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബീഫും കപ്പയായാലോ? ഉച്ചയ്ക്ക് എന്താ സ്പെഷ്യൽ എന്ന് ചോദിക്കുന്നവരോട് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട്, അതും കുറച്ച് കപ്പ വേവിച്ചതും എന്ന് പറയാമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. അത് നമുക്ക് ചതച്ചെടുക്കാം. ഏത് പാത്രത്തിലാണോ വെക്കുന്നത് അത് നമുക്ക് അടുപ്പിലിട്ട് വെക്കാം. അതിനുശേഷം എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് പെരുംജീരകം ഇടാം. പെരുംജീരകം, ഉലുവ, ഇത് രണ്ടുമോ ഞാൻ ഇട്ടേക്കുന്നത്. അതിട്ട് കുറച്ച് തേങ്ങ, കുഞ്ഞായിട്ട് അരിഞ്ഞ തേങ്ങ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. തേങ്ങ കുറച്ച് കൂടുതലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഈ ബീഫ് കറിക്കകത്ത് ഈ തേങ്ങ കടിക്കാൻ കിട്ടുന്നത് നല്ല രസമാണ്. അപ്പം അത് കുറച്ച് കൂടുതലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് ഒരു ഗോൾഡൻ കളറാകുമ്പോഴത്തേക്കിന് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി, നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളി അതിട്ട് കൊടുക്കാം. അതും ജസ്റ്റ് ഇങ്ങനെ വാടി വന്നാൽ മതി. അത് വാടി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഉള്ളി, അരിഞ്ഞു വെച്ചിട്ട് ഉള്ളി, ഞാനൊരു 4 വലിപ്പമുള്ള ഉള്ളിയാട്ടോ എടുത്തിട്ടുള്ളത്. അത് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട്. പിന്നെ ഇയാളില്ലാത്തൊരു പരിപാടിയില്ലല്ലോ. എന്തുണ്ടാക്കിയാലും ഞാൻ ഇളക്കിത്തരാമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരുന്നൊരു ഹെൽപ്പറാണിത്. അതിനിടയ്ക്ക് ബീഫ് കറി മറക്കണ്ട. അതിലേക്ക് കുറച്ച് ഗ്രാമ്പു, ഏലക്ക, ഇതൊക്കെ ഓപ്ഷണലാട്ടോ. ഞാൻ ചുമ്മാ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഇടുന്നതാണ്. അപ്പം അതിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സവാള ഇടാം. അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഒരു 4 പീസല്ല 4 എണ്ണം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതപ്പം നമ്മുടെ ദുവാപ്പിയാണ് ഇടുന്നത്. ഞാൻ ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നതാണ്. അപ്പം ദുവാപ്പി അതിട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടണം കേട്ടോ. അതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇടണം. അപ്പം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് വാടി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ സവാള വഴണ്ട് വരുന്ന സമയം കൊണ്ട് സൈഡ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് പരിപ്പ് കറിയും കൂടെ കുറച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചെറുപയർ കുക്കറിൽ നേരത്തെ അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങയും ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ഒന്നും കൂടെ അടിച്ച് മിക്സ് ചെയ്യേണ്ട താമസമേ ഉള്ളൂ. പരിപ്പ് കറിക്ക് വലിയ താമസമൊന്നും ഇല്ലല്ലോ. അത് റെഡി ആയിട്ടുണ്ട്. തേങ്ങയും റെഡി. പിന്നെ വേണ്ടത് നമ്മുടെ കപ്പയും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനെയും വേവിക്കാൻ അടുപ്പിലോട്ട് വെക്കേണ്ട താമസമേ ഉള്ളൂ. നമ്മുടെ കപ്പയ്ക്ക് വേണ്ട തേങ്ങയും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വഴണ്ട് വന്ന ഉള്ളിലോട്ട് നമുക്കൊരു വലിപ്പമുള്ള തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം മസാലകളെല്ലാം നമുക്കൊന്ന് ചൂടാക്കിയിട്ടാട്ടോ ഞാൻ ഇടുന്നത്. അപ്പം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി, ഇത്ര ഐറ്റംസ് നമ്മളൊന്ന് ചൂടാക്കിയിട്ട് അത് ഇതിലോട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ബീഫ് ഇട്ടിട്ട് അത് മിക്സ് ചെയ്യും. എന്നിട്ട് ഞാൻ കുക്കറിലാട്ടോ എടുത്തേക്കുന്നത്. അപ്പം കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 5-6 വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അരിഞ്ഞു വെച്ച കപ്പ എടുക്കാൻ വേണ്ടിയിട്ടൊരു എലിക്കുഞ്ഞോടി വരുന്നുണ്ട് കേട്ടോ. എലിക്കുഞ്ഞെന്ന് പറയുമ്പം ഇതാണ് നമ്മുടെ എലിക്കുഞ്ഞ്. പച്ചക്കപ്പ ആൾക്ക് ഇഷ്ടമാണ്. ദുവാപ്പി പഠിക്കാനുള്ള പരിപാടിയിലാണ്. ഇളക്കമൊക്കെ കഴിഞ്ഞ് വന്ന് പഠിത്തവും തുടങ്ങി. അപ്പോഴത്തേക്കിനും ഞാൻ നമ്മുടെ ബീഫ് കറി തുറന്നു നോക്കി. അപ്പം ഏകദേശം വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. അപ്പം വെള്ളം കുറച്ചും കൂടെ വറ്റാനുണ്ട്. അപ്പം നമുക്ക് മല്ലിയില ഇട്ടിട്ട് ഒരു 2 വിസിലും കൂടെ അടിക്കുന്ന സമയം നമുക്ക് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് തുറന്നു വെച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കണം. അപ്പോഴത്തേക്കിനും നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്.